നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ബംഗ്ലാദേശിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുകയും ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്ത ആധാർ കാർഡ്, മലയാളത്തിൽ എഴുതിയ ആധാർ കാർഡും മറ്റ് തിരിച്ചറിയൽ രേഖകളും ഇവിടെ കച്ചവടം നടത്തുവാൻ ഉൾപ്പെടെയുള്ള അധികാരാവകാശങ്ങളോടുകൂടിയുള്ള രേഖകളുമായിട്ട് മിലിറ്ററി ഇന്റലിജൻസും ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും ചേർന്ന് പിടികൂടിയ ബംഗ്ലാദേശികളെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത് അതിൻ്റെ തുടർച്ചയെന്നോണം അവരുടെ വേരുകൾ നമുക്ക് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അവർക്ക് വേണ്ടിയിട്ട് വ്യാജ തിരിച്ചറിയൽ രേഖകൾ അടിച്ചു കൊടുക്കുന്ന ചിലരെ കൂടി ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവർ പ്രധാനമായും ചെയ്യുന്നത് ഇത്തരം തിരിച്ചറിയൽ രേഖകൾ, അതായത് ബംഗ്ലാദേശിൽ നിന്ന് പശ്ചിമ ബംഗാൾ വഴിയാണ് അവർ ഇങ്ങ് ഭാരതത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറുന്നത്. പശ്ചിമ ബംഗാളിൽ എത്തുമ്പോൾ തന്നെ 2500 രൂപ കൊടുത്ത് അവർ ഇവിടുത്തെ വ്യാജ തിരിച്ചറിയൽ രേഖകൾ സ്വന്തമാക്കും. ആ രേഖകളുമായി കേരളത്തിലേക്ക് എത്തിയതിനു ശേഷം ഇവിടുത്തെ രേഖകളിലേക്ക് ഇത് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഈ ഡ്യൂപ്ലിക്കേറ്റ് രേഖകൾ സംഘടിപ്പിച്ചു കൊടുക്കുകയും ആ രീതിയിൽ അവരെ ഇവിടെ പിടിച്ചു നിർത്തുവാനും ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു സംഘം കരുനാഗപ്പള്ളിയിലുണ്ട്. അതിൽ തൊഴിലുടമകളുണ്ട്, അതോടൊപ്പം തന്നെ ഏജന്റുമാരുണ്ട്, വ്യാജ തരത്തിലുള്ള രേഖകൾ അടിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. വളരെ വലിയ ഒരു ഗ്യാങ് ആണ് കരുനാഗപ്പള്ളിയിൽ പ്രവർത്തിക്കുന്നത് ഇവരെ സഹായിക്കുവാൻ എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതിനനുസരിച്ച് പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നതാണ്. ഇത്തരത്തിൽ ചില പോക്കറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം കടന്നു കയറി വരുന്ന ബംഗ്ലാദേശികളെ അല്ലെങ്കിൽ പാകിസ്ഥാനികളെ ഒക്കെ സഹായിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെയുള്ളത്. പാകിസ്ഥാനികൾ എന്തായാലും ഈ രീതിയിൽ നുഴഞ്ഞു കയറി വന്നിട്ടില്ല. അങ്ങനെ നുഴഞ്ഞു കയറി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിടിക്കപ്പെടും. പക്ഷേ 600 കിലോമീറ്ററോളം ഫെൻസിങ് നടത്താത്ത മമതയുടെ സഹായത്തോടു കൂടിയാണ് അവർ ഇവിടേക്ക് കടന്നു കയറി വന്നത്. അങ്ങനെ ഒരു സാഹചര്യം പാകിസ്ഥാനികൾക്കില്ല. പക്ഷേ പാകിസ്ഥാനിലേക്ക് ഈ പറയുന്ന ബംഗ്ലാദേശികൾ, ഇവിടേക്ക് നുഴഞ്ഞു കയറി വരുന്ന ബംഗ്ലാദേശികൾ അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള ഡീറ്റെയിൽസുകൾ അവർക്ക് ചോർത്തി കൊടുക്കുന്നുണ്ട്. ഭീകരവാദത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ആക്രമണങ്ങൾ പലതും നടത്തിയിരുന്നത്, ആസൂത്രണങ്ങൾ പലതും നടത്തിയിരുന്നത്. അത്തരം ആൾക്കാർക്കാണ് കേരളത്തിലെ കരുനാഗപ്പള്ളിയിൽ ഒത്താശകൾ ചെയ്തു കൊടുക്കുവാൻ ആൾക്കാരുണ്ട് എന്നത് അത്യധികം ഭീതിജനകമായ കാര്യം തന്നെയാണ്. കേരളത്തിൽ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ പലരും പറയുന്നത് പോലെ നമ്പർ 1 കേരളത്തിൽ, ആ നമ്പർ 1 കേരളത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത്. ആ സംഭവങ്ങളെ അമർച്ച ചെയ്യുവാനാണ് ഇവിടുത്തെ കേരള പോലീസിൻ്റെ ആവശ്യം. അല്ലാതെ നിരപരാധികളായ മനുഷ്യരെ വീട്ടിൽ കയറി പിടിച്ചു കൊണ്ടുപോയി അവരെ അനധികൃതമായിട്ട് ചില കേസുകളൊക്കെ ചാർജ് ചെയ്യാനല്ല കേരള പോലീസ് ശ്രമിക്കേണ്ടത്. ഇത്തരം ആൾക്കാരെ പിടികൂടുകയും നിയമത്തിന് മുന്നിൽ കൊണ്ട് ചെന്നാക്കുകയും അവരെ നാടുകടത്തുകയോ ജയിലറയ്ക്കുള്ളിലാക്കുകയോ ഒക്കെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും സ്ഫോടനങ്ങൾ ഉണ്ടാകും. ഇത് കേരളം ഇപ്പോൾ ഒരു ഭീകരവാദികളുടെ കളിത്തൊട്ടിൽ അല്ല, കേരളം ഒരു കളിത്താവളമാക്കി അവർ മാറ്റിക്കഴിഞ്ഞു. അത്തരത്തിലുള്ള ആൾക്കാരെ പിടിക്കുവാനോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സുരക്ഷയ്ക്കോ ഇവിടെ ആൾക്കാരില്ല, ഇവിടെ നിയമ സംവിധാനങ്ങളില്ലാത്ത ഒരു അത്യധികം ഭീതിജനകമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് കേരളം കടന്നു പോകേണ്ടത് എന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ 10 വർഷം ഇവിടെ കേരളത്തിൽ ഇത്തരം ആൾക്കാർ താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തിരിച്ചറിയൽ കാർഡ് അവർക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം നമ്മളുടെ ശത്രുക്കൾ നമ്മുടെ നാട്ടിൽ തന്നെ പതിയിരിക്കുന്നു എന്നാണ്. ഏത് നിമിഷം വേണമോ ഒരു സ്ഫോടനം ഉണ്ടാകാൻ പറ്റുന്ന ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ് കേരളം, ഭാരതം എന്ന നിലയിൽ. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെ സസൂക്ഷ്മം നിരീക്ഷിക്കുവാൻ ഇവർ തയ്യാറാകുന്നില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായ ചില മതപരമായ ചിലപ്പോൾ ലക്ഷ്യങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ മറ്റ് പല ലക്ഷ്യങ്ങളുമാകാം. എന്തായാലും അന്ന് എന്ത് തന്നെ ലക്ഷ്യമായാലും അധിക നാളൊന്നും ഈ കാര്യങ്ങളുമായിട്ട് ഇവിടെ പിടിച്ചു നിൽക്കുവാൻ പറ്റും എന്ന് തോന്നുന്നില്ല. തീർച്ചയായിട്ടും ഓരോരുത്തരെയായി, നിങ്ങളിലെ ഓരോ ഭീകരവാദികളെയായി പൊക്കും എന്നുള്ള കാര്യം. കാരണം ഭീകരവാദി എന്ന് തന്നെ അവിടെ അഡ്രസ്സ് ചെയ്യേണ്ടിയിരിക്കുന്നത് സ്ലീപ്പർ സെല്ലുകളായിട്ട് ഇവരെ പലരും ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും കശ്മീരിൽ സംഭവിച്ചതുപോലെ, പശ്ചിമ ബംഗാളിൽ സംഭവിച്ചതുപോലെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സംഭവിക്കുക തന്നെ ചെയ്യും. ഭീകരവാദികൾ ഒന്നൊന്നില്ലാതെ
കൽത്തുറുങ്കിലാകും, കർശനമായ രീതിയിൽ ശിക്ഷിക്കപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.